Hello everyone. Today we are going to discuss about business combination and acquisition method. Business combination. When an entity acquires control of the business of an entity, it is termed as business combination. Thus, business combination is a transaction or other event to which an entity obtains control of one or more businesses. In short, business combination is the bringing together of separate businesses into one reporting enterprise. So simply we can say business combination means two or more companies combine together and one company controls the other. ഒന്നിലധികം കമ്പനീസ് ഒരുമിച്ച് ചേരുകയും അതിലൊരു കമ്പനി മറ്റുള്ള കമ്പനികളെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ് കോമ്പിനേഷൻ. ദർ ആർ ടു പാർട്ടീസ് ഇൻ എ ബിസിനസ് കോമ്പിനേഷൻ, അക്യൂറർ ആൻഡ് അക്യൂറി. Acquirer is the entity that acquires control. Acquiry is the entity in which the acquirer obtains control. സോ രണ്ട് പാർട്ടീസാണ് ബിസിനസ് കോമ്പിനേഷനിൽ ഉണ്ടാവുക, അക്യൂററും അക്യൂറിയും. അക്യൂറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണോ ആ കൺട്രോൾ കിട്ടുന്നത് അയാളാണ് അക്യൂറർ എന്ന് പറയുന്നത്. അക്യൂറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയാണോ അക്യൂറർ കൺട്രോൾ ചെയ്യുന്നത് അതാണ് അക്യൂറി. നെക്സ്റ്റ്, വെയ്സ് ഓഫ് അക്വിസിഷൻ. എങ്ങനെയൊക്കെയാണ് ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ അക്യൂർ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, അക്വിസിഷൻ ഓഫ് ആൻ എൻറ്റയർ എൻറ്റിറ്റി. ഒരു കമ്പനീനെ മൊത്തമായിട്ട് അക്യൂർ ചെയ്യുക. ദെൻ അക്വിസിഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. കുറച്ച് അസറ്റ്സ് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ആ കമ്പനിയായിട്ട് ലയബിലിറ്റി ഇൻകർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനീനെ അക്യൂർ ചെയ്യാം. എന്നാൽ ലാസ്റ്റ് വൺ, അക്വിസിഷൻ ഓഫ് കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇൻ ആൻ ഇക്വിറ്റി. ഒരു കമ്പനിയുടെ ഇക്വിറ്റിയിൽ ആ കമ്പനീനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഷെയർസ് മാത്രം പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെയും ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനീനെ അക്യൂർ ചെയ്യാം. There are many accounting issues involved in the merger and acquisition. The main issues are accounting by the acquirer, valuation of goodwill and reserve of the direct company, and accounting methods. സോ മെർജറിൻ്റെ അക്വിസിഷൻ്റെയും ടൈമിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. In the AS 103 deals with the business combination. According to in the AS 103, business combination is accounted applying acquisition method. സോ ഈ ബിസിനസ് കോമ്പിനേഷനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് 103. അതിൽ പറയുന്നത് അനുസരിച്ചിട്ട് അക്വിസിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് കോമ്പിനേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഈസ് അക്വിസിഷൻ മെത്തേഡ്? A business combination may result in parent-subsidiary relationship in which the acquirer is the parent and acquirer is the subsidiary. സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പാരൻറ്റ് കമ്പനി അതുപോലെ തന്നെ അതിൻ്റെ സബ്സിഡിയറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് ബിസിനസ് കോമ്പിനേഷനിൽ ഉണ്ടാവുന്നത്. ഇവിടെ അക്യൂറർ ഒരു പാരൻറ്റിനെ പോലെയും അക്യൂറർ ഒരു സബ്സിഡറീനെ പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ് ദി അക്യൂറർ അപ്ലൈഡ് in the AS 103 or IFRS 3 in its consolidated financial statements. IFRS 3 or in the AS 103 requires that all business combinations should be accounted for by applying the acquisition method. Acquisition method is popularly known as purchase method. സോ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 103 അനുസരിച്ചിട്ട് എല്ലാ ബിസിനസ് കോമ്പിനേഷനും അക്വിസിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം അക്കൗണ്ട് ചെയ്യാൻ. ഈ മെത്തേഡിനെ പർച്ചേസ് മെത്തേഡ് എന്നും പറയുന്നുണ്ട്. ദ അക്വിസിഷൻ മെത്തേഡ് വ്യൂസ് എ കോമ്പിനേഷൻ ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് അക്യൂറർ. അക്യൂററിൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഇതിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻ അപ്ലൈയിങ് ദി അക്വിസിഷൻ മെത്തേഡ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈങ് ദി അക്യൂറർ. ദെൻ ഡിറ്റർമിനിങ് ദി അക്വിസിഷൻ ഡേറ്റ്. Then recognizing and measuring the identifiable assets required, the liabilities assumed, and any non-controlling interest in the acquirer. Then next, measuring the consideration transferred, and the last step is recognizing and measuring goodwill or gain from a bargain purchase. Identifying the acquirer. It is the first step in applying the purchase method. The acquirer is the combining entity that obtains control of the other combining entities. സോ എൻറ്റിറ്റീസ് കമ്പൈൻ ചെയ്യുന്ന ടൈമിൽ ആ കൺട്രോളുള്ള എൻറ്റിറ്റീസിനെയാണ് നമ്മൾ അക്യൂറർ എന്ന് പറയുന്നത്. സംടൈംസ് ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ആൻ അക്യൂറർ, ബട്ട് യൂഷ്വലി there may exist some indications. These indications help us to identify the acquirer. സോ ചില സമയത്തൊക്കെ ഈ അക്യൂറിനെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് അതിന് ചില ഇൻഡിക്കേഷൻസ് നമുക്ക് ചില സൂചനകൾ കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, if the fair value of one of the undertaking is greater than that of the other, the greater likely to be the acquirer.
അവിടെ കൊടുക്കുന്ന ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഏത് കമ്പനിക്കാണോ കൂടുതലുള്ളത് ആ കമ്പനി ആയിരിക്കും മിക്കവാറും അക്യൂറർ എന്ന് പറയുന്നത്. Then if the combination is effected through an exchange of equity shares, the company that issues the equity shares is normally the acquirer. സോ ഇക്വിറ്റി ഷെയർസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെയാണ് ആ കോമ്പിനേഷൻ വന്നതെങ്കിൽ ആ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ആയിരിക്കും മിക്കവാറും അക്യൂറർ. ദെൻ ഇഫ് വൺ ഓഫ് ദി കമ്പനീസ് ഡോമിനേറ്റ്സ് ദി സെലക്ഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ് ടീം ഓഫ് ദി കമ്പൈൻഡ് കമ്പനി, ദി കമ്പനി വിച്ച് ഇസ് ഡോമിനേറ്റ്സ് ഈസ് ലൈക്ലി ടു ബി ദി അക്യൂറർ. അപ്പോൾ മാനേജ്മെൻറ്റ് ടീമിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഏത് കമ്പനിയാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനി തന്നെയായിരിക്കും അക്യൂറർ എന്ന് പറയുന്നത്. Second step is determining the acquisition date. The date on which the acquirer obtains control of the acquiry is generally the date on which the acquirer legally transfers the consideration. അക്യൂറർ അവരുടെ കൺസിഡറേഷൻ ലീഗലി അക്യൂറിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഡേറ്റ് തന്നെയായിരിക്കും അക്വിസിഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. Then determination of acquisition date is important for measurement of assets, liabilities, intangible assets, non-controlling interest, recognition of goodwill, etc. in case of business combination. സോ ഈ അക്വിസിഷൻ ഡേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അസറ്റും ലയബിലിറ്റീസും ഇൻടാഞ്ചിബിൾ അസറ്റൊക്കെ മെഷർ ചെയ്യുക. അതുപോലെ തന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും ഗുഡ്വില്ലൊക്കെ ആ ഒരു ഡേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Third step is recognizing and measuring the identifiable assets acquired, the liabilities assumed, and any non-controlling interest in the acquiry. The acquirer should identify the assets acquired, including intangible assets and liabilities assumed. The assets and liabilities so identified should be recognized separately from goodwill or gain from a bargain purchase. സോ അവിടെ അക്യൂറർ ഏതൊക്കെ അസറ്റ്സും ലയബിലിറ്റീസും ആണ് ഉള്ളത് ആ കമ്പനിയിൽ ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൽ അസറ്റ്സിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ അസറ്റും ലയബിലിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ് ചെയ്യണം. റെക്കഗ്നൈസ് ചെയ്യുന്ന ടൈമിൽ ഗുഡ്വിൽ അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ ഓഫ് പർച്ചേസ് ഒരിക്കലും അതിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. ദി അക്യൂറർ ഷാൽ മെഷർ ദി ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് അക്യൂർഡ് ആൻഡ് ദി ലയബിലിറ്റീസ് അസ്യൂംഡ് അറ്റ് ദെയർ അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂസ്. സോ ആ ഫെയർ വാല്യൂവിൽ തന്നെ ആ അസറ്റും ലയബിലിറ്റീസും അക്യൂറർ മെഷർ ചെയ്യണം. Then non-controlling interest refers to the proportionate share of interest or net assets that belongs to investors from outside of the group. സോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അവിടെ ഔട്ട്സൈഡേഴ്സിന് എത്രയാണോ ആ ഷെയറിൻ്റെ പ്രൊപ്പോർഷൻ ഉള്ളത് അതിനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഷുഡ് ബി ഷോൺ ആസ് സെപ്പറേറ്റ് നോൺ കറന്റ് ലയബിലിറ്റി ഇൻ ദി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. Fourth step is measuring the consideration transferred. The consideration transferred in a business combination shall be measured at a fair value. It is calculated as a sum of the acquisition date fair values of the assets transferred by the acquirer, the liabilities incurred by the acquirer, and the equity interest issued by the acquirer. Total consideration is also known as cost of combination. സോ ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത് നമ്മൾ കൺസിഡറേഷൻ ഫെയർ വാല്യൂവിലാണ് മെഷർ ചെയ്യേണ്ടത്. ടോട്ടൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആ ഒരു അക്വിസിഷൻ്റെ ഡേറ്റിലുള്ള ഫെയർ വാല്യൂവിലുള്ള അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഇക്വിറ്റീൻ്റെയും ടോട്ടലാണ്. അതുപോലെ തന്നെ ടോട്ടൽ കൺസിഡറേഷനെ കോസ്റ്റ് ഓഫ് കോമ്പിനേഷൻ എന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടായിരിക്കും അക്യൂറീനെ അക്യൂർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോംസ് ഓഫ് കൺസിഡറേഷൻ. പ്രധാനമായിട്ടും 3 രീതിയിലുള്ള കൺസിഡറേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ കണ്ടിൻജൻറ്റ് കൺസിഡറേഷൻ. It is the amount of consideration to be paid by an acquirer to the acquirer in a business combination which is dependent on some future event such as financial performance of the acquirer. It is recognized as either as an equity or a liability. So contingent കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്യൂച്ചർ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനി ഇപ്പോൾ 10 lakh കൊടുത്തിട്ട് 10 lakh കൺസിഡറേഷൻ ആയിട്ട് കൊടുത്തിട്ട് മറ്റൊരു കമ്പനീനെ അക്യൂർ ചെയ്യുന്നു. അതുപോലെ തന്നെ അക്യൂറും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിലെത്തി നെക്സ്റ്റ് ഇയറിൽ ആ കമ്പനി ഒരു 1 lakh പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 25,000 കൂടെ ആ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് തരാം. സോ ആ ഫ്യൂച്ചറിൽ ആ ഒരു ഇവൻറ്റിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ ഉണ്ടാവുക. ആ ഫ്യൂച്ചറിൽ ആ കമ്പനിക്ക് 1 lakh പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം 25,000 10 lakh 25,000 ആയിരിക്കും പർച്ചേസ് കൺസിഡറേഷൻ.
ഇനി ഫ്യൂച്ചറിൽ 1 lakh പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 10 lakh തന്നെയായിരിക്കും കൺസിഡറേഷൻ. സോ ടോട്ടൽ കൺസിഡറേഷൻ അവിടെ ഫ്യൂച്ചർ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, ഡിഫേർഡ് കൺസിഡറേഷൻ. ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ദി പർച്ചേസ് പ്രൈസ് ദാറ്റ് ഈസ് പേയബിൾ ബൈ ദി ബയർ ഇൻ ദി ഫ്യൂച്ചർ ആഫ്റ്റർ ക്ലോസിങ്. സോ ഡിഫേർഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പർച്ചേസ് പ്രൈസിൻ്റെ, ആ കൺസിഡറേഷൻ്റെ ഒരു പോർഷൻ ഫ്യൂച്ചറിൽ പേ ചെയ്യാമെന്നായിരിക്കും ബയ്യർ പറയുന്നത്. ആ പോർഷനെയാണ് ഡിഫേർഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ. സംടൈംസ് ദി പർച്ചേസ് കൺസിഡറേഷൻ ഈസ് അസർട്ടൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് റേഷ്യോ ഇൻ വിച്ച് ദി ഷെയർസ് ഓഫ് ദി അക്യൂറർ ആർ ടു ബി എക്സ്ചേഞ്ച്ഡ് ഫോർ ദി ഷെയർസ് ഓഫ് ദി അക്യൂറി. The exchange ratio is generally based on the intrinsic value of each company's share. This method of calculating purchase consideration is also known as share exchange method or intrinsic value method. So share exchange ratio എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യൂററും അക്യൂറിയും കൂടെ അവരുടെ കമ്പനീസിൻ്റെ ഷെയർസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും രണ്ട് കമ്പനിയും ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ കൺസിഡറേഷൻ കൊടുക്കുന്നതിനെയാണ് ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ അല്ലെങ്കിൽ ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് ഓർ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അക്വിസിഷൻ റിലേറ്റഡ് കോസ്റ്റ് ആൻഡ് കണ്ടിൻജന്റ് ലയബിലിറ്റി. Acquisition related cost are the cost the acquirer incurs to effect a business combination. The acquirer should treat the acquisition related cost as expenses in the periods in which they are incurred. So acquisition related cost എന്ന് പറഞ്ഞാൽ ആ ഒരു അക്വിസിഷൻ, ആ ബിസിനസ് കോമ്പിനേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ അക്വിസിഷൻ്റെ കോസ്റ്റ് എത്രയാണോ അക്യൂറർ വഹിക്കേണ്ടി വന്നത്, ദാറ്റ് ഈസ് അക്വിസിഷൻ റിലേറ്റഡ് കോസ്റ്റ്. അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ കാണിക്കാം. അതുപോലെ തന്നെ IFRS 3 ആൻഡ് ഇന്ത്യ AS 103 സ്പെസിഫിക്കലി പ്രൊവൈഡ് ദാറ്റ് ദി അക്യൂറർ ഷുഡ് റെക്കഗ്നൈസ് ദ കണ്ടിൻജന്റ് ലയബിലിറ്റി ഓഫ് ദി അക്യൂറി assumed in business combination if its fair value can be measured reliably. സോ എന്തെങ്കിലും കണ്ടിൻജന്റ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫെയർ വാല്യൂ കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അത്തരം കണ്ടിൻജന്റ് ലയബിലിറ്റിയും റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ് IFRS 3 അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 103 പറയുന്നത്. നെക്സ്റ്റ്, റെക്കഗ്നൈസിങ് ആൻഡ് മെഷറിങ് ഗുഡ് വിൽ ഓർ ഗെയിൻ ഫ്രം എ ബാർഗെയിൻ പർച്ചേസ്. സോ ഒരു പർച്ചേസിൽ നിന്ന് ഗുഡ് വില്ലാണോ അതോ ബാർഗെയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഗെയിൻ ആണോ കിട്ടുന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മെഷർ ചെയ്യണം. ദി എമൗണ്ട് പെയ്ഡ് ഓവർ ദി വാല്യൂ ഓഫ് ദി ടാഞ്ചിബിൾ അസറ്റ് ഈസ് ഗുഡ് വിൽ അറൈസിങ് ഓൺ ദി പർച്ചേസ്. സോ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാഞ്ചിബിൾ അസറ്റിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഗുഡ് വിൽ ആയിരിക്കും ഉണ്ടാവുക. ദെൻ വെൻ ദി നെറ്റ് അസറ്റ്സ് അക്യൂർഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ടോട്ടൽ കൺസിഡറേഷൻ ദെയർ ഈസ് ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ഓർ നെഗറ്റീവ് ഗുഡ് വിൽ. സോ ടോട്ടൽ കൺസിഡറേഷൻ നെറ്റ് അസറ്റിനെക്കാട്ടിലും കുറവാണെങ്കിൽ, അതായത് അവിടെ നെറ്റ് അസറ്റാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് ഗുഡ് വിൽ അല്ലെങ്കിൽ ഗെയിൻ ആയിരിക്കും ആ പർച്ചേസിൽ നിന്ന് ഉണ്ടാവുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ക്യാപിറ്റൽ റിസർവ് ഫൈൻഡ് ഔട്ട് ചെയ്ത പോലെയാണ് ഇവിടെ നമ്മൾ ഗുഡ് വിൽ അല്ലെങ്കിൽ ഗെയിൻ ഫ്രം എ ബാർഗെയിൻ പർച്ചേസും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ഇത്രയാണ് അക്വിസിഷൻ്റെ സ്റ്റെപ്സ്.